നമ്മളൊരു കൊറിയൻ നൂഡിൽസാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞങ്ങൾ വെള്ളം ചൂടാക്കി, വെള്ളം ഒരു പാനിലാണ് ചൂടാക്കാൻ എടുത്തത്. ഇനി നമുക്ക് ആ നൂഡിൽസിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമുക്ക് എന്തൊക്കെയുള്ളത് നോക്കാം. അതിനകത്ത് ഒരു ചില്ലിയും സോസും കൂടെ ചേർത്തിട്ടുള്ള ഒരു മസാല, ഒരു ഫ്ലേവറുള്ളതും രണ്ടാമത് ഒരു മസാല പൗഡറും ഉള്ളത്. അത് നമ്മൾ ഓൾറെഡി ഇന്ന് കുക്ക് ചെയ്യുന്നത് ആ നൂഡിൽസ് നമ്മൾ പൊട്ടിച്ച് ചെറിയ പീസസ് ആയിട്ടാണ്. അത് നമ്മൾ വെള്ളത്തിലോട് ചെറുതായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ ആ നൂഡിൽസ് അതിലേക്ക് ഇട്ട് ഇനി ചെറുതായിട്ട് നമ്മൾ ആ വെള്ളം തിളച്ച് വരുന്നതനുസരിച്ച് നമ്മളിങ്ങനെ നോർമൽ മാഗി കുക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ തിളക്കി കൊടുക്കും. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഫസ്റ്റ് മസാല നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു സ്വീറ്റായിട്ടൊരു ഫ്ലേവർ വരുന്നൊരു മസാല പൗഡർ. ഓക്കെ, നമ്മൾ ആ മസാല പൗഡർ ആഡ് ചെയ്ത ശേഷം പിന്നെയും നമ്മളത് പതുക്കെ എന്ത് ചെയ്യണം, അത് തിളയ്ക്കുന്ന ആ ഒരു ടൈം അനുസരിച്ച് നമ്മൾ ആ സോസ് ഒഴിച്ച് കൊടുക്കണം. ആ സോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഏരിയ അനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മളിത് അതിൻ്റെ ഒരു പാക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഫുൾ സോസും ഒഴിച്ച് നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇനി നമ്മൾ ആ സോസും ആ പൗഡറൂടെ മിക്സ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. പിന്നെ അത് തിളയ്ക്കാനായിട്ട് നമ്മൾ കൊടുക്കണം. നമ്മൾ അറിയാലോ നോർമൽ മാഗി തിളയ്ക്കാൻ എത്ര ടൈം എടുക്കുന്നു, അതേപോലെ തന്നെ ആ വെള്ളം തിളച്ച് ആ പൗഡറും ആ സോസും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. കുറച്ച് നേരം നമുക്ക് അടച്ച് തിളപ്പിക്കാൻ വിചാരിച്ചു. നമ്മൾ തിളച്ചിട്ട് ആ ഫൈനൽ സ്റ്റെപ്പ് ഉണ്ട്, അങ്ങനെ പ്ലേറ്റിലോട്ട് ആ നൂഡിൽസ് മാറ്റുന്ന സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.